ബംഗാളിൽ BJP മുന്നിലായിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജി തന്നെ മണ്ഡലത്തിൽ പിന്നിലാണ്. അതിനിപ്പോൾ തൃണമൂൽ കോൺഗ്രസും ആകെ ടാലിയിൽ പിന്നോട്ട് പോകുന്നു. അവിടെ BJP എക്സിറ്റ് പോളുകൾ യാഥാർത്ഥ്യമാകുമോ? കുറച്ചുകൂടി വ്യക്തമായ ട്രെൻഡുകൾ വരുമ്പോൾ ഇരിക്കൂറിൽ 1027 വോട്ടിന് സജീവ് ജോസഫ് മുമ്പിൽ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള കൗണ്ടുകൾ വരുന്നു. ഇരിക്കൂറിൽ 1027 വോട്ടിന് സജീവ് ജോസഫ് മുമ്പിലാണ്. മന്ത്രി ആർ ബിന്ദു ഇരിങ്ങാലക്കുടയിൽ പിന്നിലാണ്. തോമസ് ഉണ്ണിയാടൻ ലീഡ് ചെയ്യുന്നു. KB ശ്രീധരൻ പറയും. ശ്രീധരൻ പറയൂ, ഇരിക്കൂറിൽ അത്ഭുതങ്ങളില്ല, സജീവ് ജോസഫ് തന്നെ മുന്നിൽ. ഇരിക്കൂറിൽ മറ്റ് അത്ഭുതങ്ങളൊന്നുമില്ല. ആദ്യ റൗണ്ടിൽ കടക്കുമ്പോഴേക്കും ആദ്യ ബൂത്തുകൾ എണ്ണുമ്പോൾ തന്നെ 1027 വോട്ടിന് UDF സ്ഥാനാർത്ഥി സജീവ് ജോസഫ് മുന്നിലാണ്. ഏതാണ്ട് 3 ബൂത്തിൽ മാത്രമാണ് ഇപ്പോൾ LDF അവിടെ ആദ്യ പഞ്ചായത്ത് എണ്ണുമ്പോൾ ലീഡ് വന്നിരിക്കുന്നത്. ശേഷിക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ UDF മികച്ച ലീഡിലേക്ക് പോകുന്നു. ഏതായാലും ഇരിക്കൂർ UDF പക്ഷത്തേക്ക് തന്നെ എന്ന് ഉറപ്പിക്കുന്ന തരത്തിലാണ് ആദ്യം എണ്ണുന്നത്. ആലക്കോട് പഞ്ചായത്താണ്. അപ്പോ ഈ ലീഡൊന്നും വലിയ അത്ഭുതമല്ല. ഇതിനപ്പുറം പോകും വലിയ കാര്യമില്ല. KC ജോസഫിനേക്കാൾ ലീഡ് ആദ്യ മത്സരത്തിൽ സജീവ് ജോസഫ് ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ പോലും KC ജോസഫിനേക്കാൾ ലീഡിലാണ് ജയിച്ചത്. വലിയൊരു ഭൂരിപക്ഷം UDF LDF അതായത് മുഹമ്മദ് റിയാസിന് 322 വോട്ടുകളുടെ ലീഡ്. കോഴിക്കോട് നോർത്ത് അവിടെ LDFന് 112 വോട്ടുകളുടെ ലീഡ്. സൗത്ത് കോഴിക്കോട് സൗത്ത് UDFന് 130. രാഹുൽ